പ്രൈസലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൊല്ലത്തുനിന്ന് വരുവാണ്. എൻ്റെ പേര് രാജു. 2018 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് എൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി. അതിൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുഞ്ഞിന് 2 മാസം ഗർഭം ധരിച്ചപ്പോഴാണ് ആദ്യം ആ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു 2000 രൂപയുടെ ഒരു ഇഞ്ചക്ഷനുണ്ട്, അതെടുത്തില്ലായിരുന്നു. അന്ന് കൊറോണ സമയത്തായിരുന്നു ആ പ്രസവം, നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അത് നോക്കിയപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കാത്തത് കൊണ്ട് കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ സംഭവിക്കുമെന്നാണ് പറഞ്ഞത് ഡോക്ടർമാർ. അങ്ങനെ ഞാൻ ഒറ്റ മാസം പോലും ഞാൻ മുടങ്ങാതെ ഇവിടെ അമ്മയെടുത്ത് വന്ന് ഞാൻ മുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കുരിശിൻ്റെ വഴിയിലുമൊക്കെ ഞാൻ പോവുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് നമുക്ക് പറയാനൊന്നും ഒക്കത്തില്ല, ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാത്തവർക്കെല്ലാം അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഇച്ചിരി വെയിറ്റിന് കുറവുണ്ടായിരുന്നു. പിന്നെയും ഞാൻ വന്നു മുട്ടി പ്രാർത്ഥിച്ചു. ഒറ്റ മാസം പോലും ഞാൻ മുടങ്ങത്തില്ല. അന്ന് മുതലേ ഞാനിവിടെ മുടങ്ങാതെ വരും. അങ്ങനെ പിറ്റേ മാസം നോക്കിയപ്പോൾ വെയിറ്റ് കൂടി. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു പത്രം ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒരു ശനിയാഴ്ച ഞാൻ പ്രയാസപ്പെട്ട് ഭയങ്കര വേദനിച്ചു. ഞാൻ എൻ്റെ കുഞ്ഞിനെ നല്ല ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടണമെന്നുള്ള ഒരിതായിരുന്നു. അങ്ങനെ ഞാൻ ഞായറാഴ്ച ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല, തുച്ഛമായിട്ടുള്ള ആൾക്കാരേ ഉള്ളായിരുന്നു. അന്ന് പെരുന്നാളായിരുന്നു. അങ്ങനെ ഞാൻ മുട്ടി പ്രാർത്ഥിച്ച് കരഞ്ഞിവിടെ വന്നിരുന്നു. എനിക്കൊരു കെട്ട് പത്രം വേണം. എൻ്റെ അമ്മ എനിക്ക് അനുവദിച്ചു. അന്നേരം ഞാനിവിടെ ഒരു സെക്യൂരിറ്റി ഒരു സഹോദരിയായിരുന്നു. അന്നേരം പറഞ്ഞ്, പിന്നെ അങ്കിളെ ഇന്ന് ഈ പത്രം ഒന്നും കിട്ടത്തില്ല, തൈലം ഒരു സാധനവും ഇവിടെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്ന് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കൊരു കെട്ട് പത്രം കിട്ടണം, എനിക്ക് ഇന്ന് തന്നെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യണമെന്ന്. അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്ന് അമ്മയെടുത്ത് മുട്ടി പ്രാർത്ഥിച്ചു. വീണ്ടും ഞാൻ അവിടെ ചെന്ന് ആ മൂലയ്ക്ക് കരഞ്ഞു. അന്നേരം വീണ്ടും ആ സഹോദരി പറഞ്ഞു അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പം ആ മതിലേലിരിക്കുന്ന ഒരു കെട്ട് പത്രം അന്നേരം തന്നെ ആ സഹോദരി എടുത്ത് തന്നു. ആ പത്രം എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പൂജ സമയത്ത് ഇവിടെ ഇരുന്നു പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നിട്ടും അന്നേരം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തിരുവനന്തപുരം വണ്ടി കിട്ടി. അങ്ങനെ ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാൻ വിതരണം ചെയ്തു. ഫസ്റ്റിലേ ചെന്നപ്പോൾ ആ ഒരു റൂമിൽ തട്ടിയപ്പോൾ കയറി വരാൻ പറഞ്ഞു. കയറി ചെന്നപ്പോൾ 2 കാലിലും ചെത്തയുള്ളൊരു അമ്മാവൻ. ആ അമ്മാവൻ്റെ 2 കാലിലും ഞാൻ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ പത്രം വിതരണം ചെയ്തു. അന്നേരം തന്നെ ആ എല്ലാ പത്രങ്ങളും അവിടെ ചിലവായി, എല്ലാവർക്കും കൊണ്ട് കൊടുത്തു ഞാൻ. അതിനുശേഷം ഞാൻ പിന്നെ പിറ്റേന്ന് വീണ്ടും പിന്നെ ഡോക്ടറെ കാണാൻ ഇവർ പോയായിരുന്നു. ചെന്നവൻ പറഞ്ഞ് പിറ്റേന്ന് കൊണ്ടുവരാൻ പറഞ്ഞു, അഡ്മിറ്റാക്കാൻ. അങ്ങനെ സന്ധ്യയ്ക്ക് വെളുപ്പിനെയുള്ള പ്രാർത്ഥന, പ്രത്യാശകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, 2:30 ഒരു മകളെ നിങ്ങളുടെ കയ്യിൽ തരുമെന്ന്. ഞാൻ സങ്കടപ്പെട്ട് വീണ്ടും പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ഇതെന്താ തോന്നിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന്. എന്താണെന്ന് ഡോക്ടർ പോലും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്താ ഇതെന്ന്. അങ്ങനെ മോള് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് രാവിലെ എണീറ്റു. നേരത്ത് ഞാൻ തൈലമെടുത്തു നെറ്റിയിലും ശിരസിലുമൊക്കെ തേച്ചും കൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അവസാനം ഒരു 12-1 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്മ നിലവിളിച്ച് പറയുന്നു, അമ്മയുടെ മോള് മാത്രം കുഞ്ഞിനെ കൊണ്ടുവന്നില്ല, പ്രസവിച്ചില്ലല്ലോ ഇതേവരെ എന്ന്. ഞാൻ പറഞ്ഞു, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നമ്മുടെ അമ്മ പ്രത്യാശപ്പെട്ട 2:30 നമുക്ക് മോളെ തരുമെന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിൽ. അതേ കണക്ക് 2:30 എൻ്റെ ഈ മോളെ ഞങ്ങളുടെ കയ്യിൽ അമ്മ തന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും ഞാൻ വരും. ഈ ആൽത്താരയിൽ ഇനിയും ഞാൻ 90 ദിവസം തികയുമ്പം ഞാൻ വന്നിരിക്കും. എല്ലാവരും ഇതേ കണക്ക് മുടങ്ങാതെ വരണം. നമ്മുടെ ഒരു ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വരാതിരിക്കരുത്. ഞാൻ 2018 എടുത്ത് അന്ന് മുതൽ ഞാൻ മുടങ്ങാതെ ഞാനിവിടെ വരും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ ഇവിടെ രാജു എന്ന ഈ മകൻ തൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. മകൻ്റെ കുഞ്ഞിന് എന്തായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നതെന്നും അംഗവൈകല്യം ഒക്കെ ഉണ്ടാകാം, ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് എടുത്തില്ല, അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം, അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം എന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞിനെയാണ് പിന്നീട് അമ്മ മാതാവ് തന്നെ ഈ മകന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുക. അമ്മ പ്രത്യക്ഷപ്പെട്ട 2:30 നിനക്കൊരു പെൺകുഞ്ഞിനെ നിൻ്റെ കയ്യിൽ കിട്ടുമെന്ന്. അന്ന് ആ ഹോസ്പിറ്റലിൽ ആൺകുട്ടികളല്ലേ ഉണ്ടായത്? അന്ന് പ്രസവിച്ച എല്ലാം ആൺകുട്ടികളായിരുന്നു. ഈ മോള് മാത്രമേ ഉള്ളൂ, മോള് ഏറ്റവും ലാസ്റ്റ് പ്രസവിച്ച എൻ്റെ ഈ മോള്. അപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു തന്നു എന്ന് ഈ മകൻ പറയുമ്പോൾ ഈ മകൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹമാണത്, ദൈവത്തോടുള്ള സ്നേഹം. താൻ കൃപാസന പത്രം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം ശുഷ്കാന്തി കാണിച്ചു, തീഷ്ണത കാണിച്ചു. കൃപാസന പത്രത്തിലൂടെയാണ് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുക, അറിയാത്തവരെ അറിയിക്കുക. അതാണ് ദൈവവചനം മാത്രമാണ് കൃപാസന പത്രത്തിലുള്ളത്. ദൈവവചനത്തോടു കൂടി മനുഷ്യരുടെ ജീവിത അനുഭവങ്ങൾ, അമ്മ കൈപിടിച്ച് നടത്തുന്ന, ഈശോ കൃപ ചൊരിയുന്ന, ജീവൻ തുളുമ്പുന്ന അനുഭവങ്ങളാണ് ആ കൃപാസന പത്രത്തിലുടനീളം വിവരിക്കുന്നത്. അപ്പോഴങ്ങനെയുള്ള പത്രം കൊടുക്കുവാനായിട്ട് ഇവിടെ വരികയും അന്ന് ഈസ്റ്റർ ആയിരുന്നത് കൊണ്ട് ഇവിടെ പത്രമൊന്നും അന്ന് കിട്ടാത്ത സാഹചര്യത്തിൽ ഈ മകൻ വീണ്ടും വിഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൻ എങ്ങനെയാണ് കൃപാസന പത്രം കൈകളിലേക്ക് വരിക? അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നവർക്ക് അതൊരു പത്രം അവിടെ ഇരുന്ന് കാണും മതിലിൽ, അത് ഈ മകൻ എടുത്താൽ മതിയല്ലോ, ഇങ്ങനെ ചിന്തിക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ആ ചിന്തിക്കുന്നവരുടെ വെറും ചിന്തകൾ മാത്രമാണ്. അതിൽ ദൈവസ്നേഹമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചാൽ മതി. എന്നാൽ ഈ മകൻ പറയുകയാണ്, ഞാനിവിടെ മുടങ്ങാതെ വന്നുകൊണ്ടിരുന്നു. തൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫാദർ ഇൻ ലോ ഇവിടെ മുടങ്ങാതെ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് കുഞ്ഞ് ആ മകള് പ്രസവിച്ചത് അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ സമയത്ത് 2:30 ഡോക്ടേഴ്സ് പോലും പറയാത്ത കാര്യം നടക്കുമോ എന്ന് ആദ്യം ഈ മകൻ ശങ്കിച്ചു. എന്നാൽ പിന്നീട് അത് ഈ മകൻ പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞുമായിട്ട് ഇവർ രാവിലെ 9:30 ഇവിടെ വന്നതാണ്. അന്ന് ആ സമയം മുതൽ ഈ സമയം വരെ ഈ ഒരു കൈക്കുഞ്ഞുമായിട്ട്, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് അധിക നാളുകളായില്ല, ഈ ഒരു കുഞ്ഞുമായിട്ട് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്ന് ശഠിച്ച് ഈ മനുഷ്യൻ നിൽക്കണമെങ്കിൽ തീർച്ചയായും അത് അമ്മ മാതാവിനോടും ഈശോയോടുമുള്ള കറയറ്റ ദൈവസ്നേഹം തന്നെയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കരങ്ങളടിച്ച് നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.